വേദിയിലിരിക്കുന്ന ബഹുമാനിയായ അധ്യക്ഷ വിനയ, പ്രിയപ്പെട്ട സാറ ടീച്ചർ, ഗീത ടീച്ചർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്യരെ, സത്യത്തിൽ അവാർഡ് കിട്ടിയ കൃതിയെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് ഇതിൻ്റെ സംഘടകർ പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ അനൗൺസ് ചെയ്തത് തിരിച്ചാണ്. കസ്തൂരിയെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ പരിചയമുള്ളതുകൊണ്ടും ഞാൻ പറയാൻ വെമ്പുന്നതുമായിട്ടുള്ള വിഷയമാണ്. പക്ഷേ ഞാൻ അതത്ര സംസാരിക്കാൻ വേണ്ടി പ്രിപ്പയർ അല്ല, ഞാനതിന് തയ്യാറായിട്ടില്ല. എന്തായാലും ഞാൻ ഇതോടൊപ്പം ആൺതച്ചുകൾ എന്ന പുസ്തകത്തെക്കുറിച്ച് ചെറിയൊരു നിരീക്ഷണം കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ കർത്തവ്യം അതാണെന്നാണ് ഞാൻ ഇപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത് വരെ ധരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇല്ല എന്തായാലും ഇങ്ങനൊരു പുരസ്കാരം ആരുടെ പേരിലാണ് ഏർപ്പെടുത്തിയത്, ആ വലിയ എഴുത്തുകാരിയെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എഴുതി തുടങ്ങിയ കാലം മുതൽ അവസാനം വരെ സാഹിത്യലോകം അങ്ങേയറ്റം അവഗണിക്കുകയും അപഹസിക്കുകയും ചെയ്ത ഒരു വലിയ എഴുത്തുകാരിയാണ് പാൽക്കുളങ്ങര കെ സരസ്വതി അമ്മ. 1938 അവരവരുടെ ആദ്യ കഥ മാതൃഭൂമി ആഴ്ചപ്പത്തി പ്രസിദ്ധീകരിച്ചുകൊണ്ട് സാഹിത്യലോകത്തിലേക്ക് കടന്നു വരുന്നത്. ആ കാലഘട്ടത്തിൽ, അതായത് 1940 മുതൽ 50 വരെ 60 വരെയുള്ള ആ കാലഘട്ടത്തിൽ മലയാളത്തിൽ ഇറങ്ങുന്ന ഏതൊരു പുസ്തകവും സാഹിത്യകൃതി മാത്രമല്ല, പാചകത്തെക്കുറിച്ചുള്ളൊരു പുസ്തകമാണെങ്കിൽ പോലും അവതാരികയുടെ അകമ്പടിയോടെ മാത്രമാണ് പുറത്തിറങ്ങുന്നത്. ലബ്ധപ്രതിഷ്ഠ നേടിയ സാഹിത്യകാരന്മാർ എഴുതിക്കൊടുത്ത അവതാരികയുടെ ആശീർവാദത്തോടെ ഒട്ടുമിക്ക സാഹിത്യകൃതികളും മലയാള ഭാഷയിൽ അച്ചടിച്ചിറങ്ങിയ ആ കാലഘട്ടത്തിൽ ഒരവതാരിക പോലും ഇല്ലാതെ തൻ്റെ 12 കഥാസമാഹാരങ്ങളും ഒരു നോവലും ഒരു നാടകവും അച്ചടിച്ചിറക്കേണ്ടി വന്ന ഹതഭാഗിയായ ഒരു എഴുത്തുകാരിയാണ് സരസ്വതി അമ്മ. തൻ്റെ പുസ്തകത്തിന് അവതാരികയുടെ അകമ്പടിയൊന്നും വേണ്ട എന്ന ധാർഷ്ട്യം കൊണ്ടല്ല, മറിച്ച് അവതാരികയ്ക്ക് വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെട്ടതുകൊണ്ടാണ് അവർക്കവരുടെ 12 കൃതികളും അവതാരികയില്ലാതെ പ്രസിദ്ധീകരിക്കേണ്ടി വന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. 40 മുതൽ ഒരു 60 വരെ ഉള്ള കാലഘട്ടത്തിൽ അപൂർവം പുസ്തകങ്ങളെ നിങ്ങൾക്കൊരു അവതാരിക ഇല്ലാതെ കാണാൻ സാധിക്കുകയുള്ളൂ. തൻ്റെ ആദ്യ കഥാസമാഹാരത്തിന് ഒരു അവതാരിക എഴുതി കിട്ടാനായി സരസ്വതി അമ്മ ആദ്യമായി സമീപിക്കുന്നത് പുരുഷ എഴുത്തുകാരെയല്ല. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അവരുടെ മനോഭാവം മനസ്സിലാക്കാൻ സാധിക്കും. തന്നെപ്പോലെ പോരാടിക്കൊണ്ട് കഥാസാഹിത്യത്തിൽ പ്രശസ്തയായ എന്നാൽ തൻ്റെ സീനിയറായ ശ്രീമതി ലളിതാംബിക അന്തർജനത്തെയാണ് അവർ സമീപിക്കുന്നത്. എന്നാൽ അന്തർജനം മറ്റു വിമർശകർ എന്ത് കരുതും എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മയ്ക്ക് അവതാരിക എഴുതി കൊടുക്കാൻ വൈമനസ്യം കാണിച്ചു. 1945 കാലഘട്ടം സരസ്വതി അമ്മ അന്തർജനത്തെ സമീപിക്കുന്നത്. അങ്ങനെ അവതാരിക എഴുതി കൊടുക്കാത്ത ആളൊന്നുമല്ല ലളിതാംബിക അന്തർജനം. 5-8 വർഷം കഴിഞ്ഞപ്പോൾ, കൃത്യമായി പറഞ്ഞാൽ 1954 അന്നത്തെ യുവ എഴുത്തുകാരിയായ സരള രാമവർമ്മ എന്ന ഒരു എഴുത്തുകാരിയുടെ കഥാകദംബം എന്ന പുസ്തകത്തിന് അന്തർജനം അവതാരിക എഴുതി കൊടുക്കുകയുണ്ടായി. ആ അവതാരികയിൽ സ്ത്രീ എഴുത്തുകാരികളുടെ ഒരു കൂട്ടായ്മയ്ക്കകത്ത് സരളയെ
ചേർത്ത് നിർത്താനും അവരെ ആശീർവദിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഒരു വെമ്പൽ ആ അവതാരികയിൽ നമുക്ക് വാങ്ങിച്ചെടുക്കാവുന്നതാണ്. സരസ്വതിയമ്മയ്ക്ക് നേരെ ഒരു ഒളിയമ്പും പ്രസ്തുത അവതാരികയിൽ അന്തർജനം തൊടുത്തു കൊടുക്കുന്നു. അതിലെഴുതിയിരിക്കുകയാണ്: ശ്രീമതി സരള പ്രതിപാദനത്തിലും പ്രമേയത്തിലും ഒരു ഈങ്കുലാബ് മട്ടുകാരിയല്ല. ഈങ്കുലാബ് മാത്രമല്ലല്ലോ ജീവിതം. നമ്മുടെ സാമുദായിക പരിതസ്ഥിതിയിൽ ഒരു സ്ത്രീയുടെ അനുഭവങ്ങൾക്ക്, പരിചയങ്ങൾക്ക് ഇത്രത്തോളമേ വളരാവൂ എന്നൊരു പരിമിതി ഉണ്ട്. ഞാനത് എൻ്റേതായ ഒന്നും ചേർത്ത് വരുന്നതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഞാനത് വായിച്ചത്. അന്തർജനം എഴുതിയ അവതാരികയിൽ എഴുതിയ വാക്കുകളാണ്. സ്ത്രീയുടെ എല്ലാ പരിമിതികളെയും ലംഘിച്ചുകൊണ്ട് കരുത്തുറ്റ സ്ത്രീപക്ഷ ചിന്തകൾ അന്ന് കഥകളിൽ ആവിഷ്കരിക്കുകയും പുരുഷാധിപത്യ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുകയും ചെയ്ത അന്നത്തെ ആ ഈങ്കുലാബ് മട്ടുകാരി മറ്റാരുമല്ല, സരസ്വതിയമ്മ തന്നെ ആയിരുന്നു. ആധിപത്യ വ്യവസ്ഥിതിയുടെ തണലിൽ പടർന്ന് പന്തലിച്ച് നിന്നിരുന്ന സഹൃദയ ലോകം അന്ന് അവരെ അങ്ങേയറ്റം വത്സിക്കുക തന്നെയാണ് ചെയ്തിരുന്നത്. ഇത്തരമൊരു ഈങ്കുലാബ് മട്ടുകാരിക്ക് ഒരു അവതാരികയിലൂടെയെങ്കിലും ഐക്യദാർഢ്യം തുറന്ന് പ്രഖ്യാപിക്കാൻ അന്ന് അന്തർജനത്തിന് മടി തോന്നിയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് വിമർശകർ എന്ത് കരുതും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അവതാരിക എഴുതി കൊടുക്കാതെ അവർ ഒഴുകി മാറിയത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് പുരുഷ കഥാകാരന്മാർ മാത്രമല്ല, സ്ത്രീ കഥാകാരികളാലും ഒറ്റപ്പെട്ടു പോയ ഒരു വലിയൊരു എഴുത്തുകാരിയാണ് സരസ്വതി. അവതാരിക വിഷയത്തിൽ തുടക്കത്തിലെ ഇങ്ങനൊരു കല്ലുകടി ഉണ്ടായിട്ടും അവരുടെ അവസാന കാലത്ത് വീണ്ടും അവർ അവതാരികയ്ക്ക് വേണ്ടി ഈ മലയാള സാഹിത്യ ലോകത്ത് നെട്ടോട്ടം കൂടി. ഇതെല്ലാം കൃത്യമായിട്ട് അവരുടെ ഡയറിയിൽ തന്നെ കുറിച്ച് വെച്ചിട്ടുണ്ട്. 1958 അവർ എഴുത്ത് നിർത്തുന്നത്. എഴുത്ത് നിർത്തിക്കഴിഞ്ഞ ശേഷം അവസാനം തൻ്റെ തിരഞ്ഞെടുത്ത കഥകളുടെ ഒരു സമാഹാരം പുറത്തിറക്കണമെന്ന് അവർ ആഗ്രഹിച്ചു അവതാരികയോട്. അതിന് അവതാരിക എഴുതി കിട്ടാനായി അവർ ആദ്യം സമീപിച്ചത് TN ജയചന്ദ്രനെയാണ്. തൻ്റെ കഥാപുസ്തകങ്ങൾ അവർ TN ജയചന്ദ്രനെ ഏൽപ്പിക്കുന്നു. അവതാരിക എഴുതി കിട്ടുന്നില്ല. അത് തിരിച്ചു വാങ്ങി അവർ B ഹൃദയകുമാരി ടീച്ചറെയാണ് സമീപിക്കുന്നത്. ടീച്ചർ അവർക്കൊരു അവതാരിക എഴുതി കൊടുത്തെങ്കിലും എന്തോ അതവർക്ക് അത്ര പഥ്യമായി. പിന്നീട് അവർ G ശങ്കരപ്പിള്ളയെയാണ് സമീപിക്കുന്നത്. ഒരു വർഷക്കാലം സരസ്വതിയമ്മയുടെ പുസ്തകം അദ്ദേഹം കയ്യിൽ വെച്ചിരുന്നു എന്നല്ലാതെ അവതാരികയൊന്നും എഴുതി കൊടുത്തില്ല. സരസ്വതിയമ്മ അത് തിരിച്ചു വാങ്ങി പിന്നീട് M കൃഷ്ണൻ നായരെയും PK ബാലകൃഷ്ണനെയും ഫലമുണ്ടായില്ല. 1967 നവംബർ 30 മുതൽ 1971 ഏപ്രിൽ 5 വരെ ഏകദേശം 3 വർഷക്കാലം അവതാരികയ്ക്ക് വേണ്ടി സരസ്വതിയമ്മ ഇത്രയും ആളുകൾ സമീപിച്ച കാര്യം കൃത്യമായി അവരുടെ ഡയറിയിൽ അവർ എഴുതി വച്ചിട്ടുണ്ട്. 1975 അവർ മരിക്കുന്നത് വരെ അവതാരികയോടുകൂടിയ ആ തിരഞ്ഞെടുത്ത കഥകളുടെ സമാഹാരം പ്രസിദ്ധീകരിക്കുക എന്ന അവരുടെ മോഹം സഫലമായില്ല. 20 വർഷക്കാലം നിരന്തരം എഴുതുകയും ഏറെക്കുറെ അത്രയും കാലം ഒരു വരി പോലും എഴുതാതിരിക്കുകയും ചെയ്ത സരസ്വതിയമ്മ എന്ന ആ വലിയ എഴുത്തുകാരിയുടെ മരണമാണ് ആദ്യം സംഭവിക്കുന്നത്. 75 തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വെച്ച് അവരുടെ ഭൗതിക ശരീരം നിശ്ചലമാവുകയും ചെയ്തു. ഒറ്റയാൾ പോരാട്ടം നടത്തി അവസാനം പ്രതിസന്ധി നേരിട്ട സരസ്വതിയമ്മ ഒരർത്ഥത്തിൽ ആ കാലഘട്ടത്തിൻ്റെ ബലിയാടാവുകയായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് സാറ ടീച്ചർ രാജലക്ഷ്മിയുടെ ആത്മഹത്യയെക്കുറിച്ചും
അതൊരു കഥാകാരിയുടെ ആത്മഹത്യയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ ഒരു കാര്യം അത് കേട്ടപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഞാൻ വിചാരിച്ച കാര്യമാണ്. ടീച്ചർ ഒരു വിഷക്കുപ്പിയിലോ ഒരു കഷ്ണം കയറിലോ ജീവൻ ഒടുക്കിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇഞ്ചിഞ്ചായി ആത്മഹത്യ ചെയ്ത ഒരു വലിയൊരു എഴുത്തുകാരിയാണ് സരസ്വതി. ഈ 20 വർഷം നിരന്തരം എഴുതിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇടയ്ക്ക് അവർ പുത്തൻ നായർ സാറോട് ചോദിക്കുന്നുണ്ട്, ഞാനങ്ങ് എഴുത്ത് നിർത്തിയാലോ എന്ന്. അവർ നിരന്തരം പീഡിപ്പിക്കുക തന്നെയായിരുന്നു എഴുതുന്നതിൻ്റെ പേരിൽ. അതെല്ലാം കഴിഞ്ഞ് അവർ ഏകദേശം 18 വർഷക്കാലം പിന്നെ ഒരു വരി പോലും അവർ എഴുതാതെ ഇരിക്കുകയായിരുന്നു. അന്നേരം പുത്തൻ നായർ സാർ അവരോട് ചോദിച്ചു, എന്താ ഇപ്പോൾ ഒന്നും എഴുതാത്തത്? അവിടെ സീനായിട്ട് പഠിച്ചതാണ്. എന്നോട് പുത്തൻ നായർ സാർ നേരിട്ട് പറഞ്ഞതാണ്, എന്തിനാ അധികം എഴുതുന്നത് എന്ന് വളരെ നിരാശയോടെ സരസ്വതിയമ്മ തിരിച്ചു ചോദിച്ചു എന്ന് എൻ്റെ അടുത്ത് പുത്തൻ നായർ സാർ പറഞ്ഞിട്ട്. അന്ന് അദ്ദേഹത്തിന് 93 വയസ്സാണ്. അവസാന കാലത്ത് തൻ്റെ കഥകൾ പ്രസിദ്ധീകരിച്ചു വന്ന മാതൃഭൂമിയാഴ്ച പതിപ്പും ചില എന്താ പറയുക സഹൃദയരുടെ കത്തുകളൊക്കെ തന്നെ കൂട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ചവർ കത്തിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇഞ്ചിഞ്ചായിട്ട് അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നതാണ്. മാറിയ കാലഘട്ടത്തിൽ ഫെമിനിസത്തിൻ്റെ വെളിച്ചത്തിൽ സരസ്വതിയെ വീണ്ടെടുക്കുകയാണ് പിന്നീട് മലയാള സാഹിത്യം ചെയ്തതെങ്കിലും അർഹിക്കുന്ന പരിഗണന അവർക്ക് നമ്മൾ നൽകിയോ എന്ന കാര്യം ഇന്നും സംശയമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സ്ത്രീകളുടെ കൂട്ടായ്മയായ വിങ്സ് കേരള സരസ്വതിയെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ പേരിൽ ഒരു പുരസ്കാരം ഏർപ്പെടുത്തി എന്നത് ഏറ്റവും അഭിമാനകരവും അതിനേക്കാൾ ആഹ്ലാദഭരിതവുമായ ഒരു കാര്യമായി ഞാൻ കരുതുന്നത്. മാത്രമല്ല ഇത് പ്രത്യേകം എടുത്തു പറയട്ടെ, സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എന്നത് തന്നെ സരസ്വതിയമ്മയുടെ അങ്ങനെ ഒരു കൂട്ടായ്മ അവർ അറിഞ്ഞ് ആദരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അവരുടെ ആത്മാവ് കൂടുതൽ ശാന്തി അനുഭവിക്കും എന്നുപോലും ഞാൻ വിശ്വസിക്കുന്നു. വിൻസ് കേരളയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഞാൻ ഈ കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കട്ടെ. എൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഞാൻ അവർക്ക് നൽകുന്നു. ഇങ്ങനൊരു വേദിയിൽ എനിക്ക് സരസ്വതിയെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു സന്ദർഭം അവർ തന്നതിനുള്ള നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കട്ടെ. ആനുഷംഗികമായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കാം. സരസ്വതിയമ്മ അവതാരി എഴുതാനായി സമീപിച്ച വ്യക്തികളിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ TN ജയചന്ദ്രനാണ്. 2012 ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് അന്ന് സരസ്വതിയമ്മയ്ക്ക് അവതാരിക എഴുതി കൊടുക്കാതിരുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, വലിയൊരു എഴുത്തുകാരിയായ സരസ്വതിയമ്മ അവരുടെ അനേകം ചെറുകഥകൾ ഇതിനൊക്കെ വിലയിരുത്തി ഒരു അവതാരിക എഴുതാൻ മാത്രം എനിക്കത്ര വലിപ്പമില്ലെന്ന് തോന്നിയത്. ഞാൻ അത്ര വലിയൊരു സാഹിത്യകാരനൊന്നും അല്ല. മാത്രമല്ല അന്ന് പ്രഗത്ഭരായ എത്ര എഴുത്തുകാർ മലയാളത്തിലുണ്ട്. അപ്പോൾ ഞാനിതൊരു സാഹസമായി ഇത് ചെയ്യുന്നത് എനിക്കൊരു സാഹസമായി തോന്നി. എൻ്റെ എളിമ കൊണ്ടാണ് ഞാൻ എഴുതാതിരുന്നത് എന്ന് ജയേന്ദ്രൻ സാർ എന്നോട് നേരിട്ട് പറയുണ്ടായി. അപ്പോൾ ഞാൻ ജയേന്ദ്രൻ സാറോട് ചോദിച്ചു, സരസ്വതിയമ്മയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ അതിന് സാർ അവതാരിക എഴുതി തരുമോ എന്ന് ചോദിച്ചു. സന്തോഷപൂർവ്വം എഴുതിത്തരാമെന്ന് എന്നോട് പറയുകയും ചെയ്തു. സരസ്വതിയമ്മ സമീപിച്ച അവതാരിക എഴുതി കൊടുക്കാത്ത വ്യക്തി തന്നെ പിൽക്കാലത്ത് സരസ്വതിയമ്മയെക്കുറിച്ചുള്ള പുസ്തകത്തിന് അവതാരിക എഴുതുന്നു എന്നത് കാലത്തിൻ്റെ കാവ്യരീതിയോ എന്തോ എനിക്കറിയില്ല. സരസ്വതിയമ്മ ഒറ്റയ്ക്ക് വഴി നടന്നവൾ എന്ന് എൻ്റെ പുസ്തകത്തിന് അങ്ങനെ TN ജയേന്ദ്രൻ അവതാരിക എഴുതി തരികയാണ് ഉണ്ടായത്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. സരസ്വതിയമ്മയുടെ പേരിലുള്ള ഈ പുരസ്കാരം ലഭിച്ച ഡോക്ടർ P. ഗീതയുടെ ആൺ തച്ചുകൾ എന്ന പുസ്തകം MTയുടെ തിരക്കഥകളെ ആസ്പദമാക്കിയുള്ള ഒരു സമഗ്രമായ പഠന ഗ്രന്ഥമാണ്. ആൺ സ്വത്വത്തെ മാത്രമല്ല പെൺ സ്വത്വത്തെയും ആഴത്തി വിശകലനം ചെയ്തുകൊണ്ട് ഇത് ഒരു പെൺതച്ചുകൾ കൂടിയാണ് എന്ന് ഞാൻ പറയുന്നു. കൂടുതലൊന്നും ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല, വായിക്കുക തന്നെയാണ് വേണ്ടത്. എങ്കിലും അതിൻ്റെ രൂപരേഖ പറയാം. 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 2 ഭാഗങ്ങളാണ്
തിരക്കഥയെ സമഗ്രമായി പരിശോധിക്കുന്നത്. ആ ആദ്യത്തെ 2 ഭാഗങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ നിഗമനങ്ങളെ ക്രോഡീകരിക്കുകയാണ് 3ാമത്തെ ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. അതിലാണ് ഗ്രന്ഥസൂചിയും മറ്റ് അനുബന്ധങ്ങളൊക്കെ ചേർത്തിരിക്കുന്നത്. ഏകദേശം 100ഓളം പേജ് വരുന്ന ആദ്യ ഭാഗമാണ് ഈ പുസ്തകത്തിൻ്റെ മർമ്മഭാഗം എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യ ഭാഗത്ത് തിരക്കഥയുടെ സാമൂഹ്യ ജീവിത പശ്ചാത്തലം, കഥാപാത്രങ്ങളുടെ പരസ്പര ബന്ധത്തിൽ ഊന്നിക്കൊണ്ടുള്ള സ്വഭാവ വിശകലനം, അവരുടെ സ്വത്വബോധം, അതുപോലെ കഥാപാത്രങ്ങളെപ്പോലെ തന്നെ തിരക്കഥയിൽ പ്രകടമാകുന്ന ജീവസുറ്റ പ്രകൃതിയെക്കുറിച്ചുള്ള വിശകലനം, ഇങ്ങനെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങളെ 4 അധ്യായങ്ങളിലായിട്ടാണ് ഈ 2ാം ഭാഗത്ത് വിന്യസിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ആദ്യ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന, അതായത് കഥ നടക്കുന്ന കാലഘട്ടത്തിൻ്റെ സ്വഭാവത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഗീതയുടെ നിരീക്ഷണം അവരുടെ ചരിത്രാവബോധത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. തന്മൂലം മലയാളി ജീവിതത്തിൻ്റെ പരിണാമഘട്ടം മലയാള സിനിമയിൽ ചരിത്രപരമായി കുറിച്ചു തുടങ്ങുന്നത് MTയുടെ തിരക്കഥയിലാണെന്ന ശ്രദ്ധാർഹമായ ഒരു കണ്ടെത്തൽ അവർ നടത്തുന്നുണ്ട്. 2ാമത്തെ അധ്യായം സ്ത്രീ-പുരുഷ ബന്ധത്തെക്കുറിച്ചാണ്. അതിൽ തന്നെ പ്രണയമായാലും ദാമ്പത്യമായാലും പുരുഷ മേൽക്കോമയാണ് പ്രകടമാവുന്നതെന്നവർ നിരീക്ഷിക്കുന്നു. സ്വത്ത് നിർമ്മിതിയിൽ ആൺ സ്വത്വത്തെയും പെൺസ്വത്വത്തെയും വളരെ ആഴത്തിൽ തന്നെ വിശകലനം ചെയ്യുകയും സ്ത്രീ സ്വത്വത്തിൽ പലപ്പോഴും അവരുടെ സർഗാത്മകതയ്ക്ക് കനത്ത വില നൽകേണ്ടി വരുന്നതായി ഒരു വേറിട്ടൊരു നിരീക്ഷണമാണ് നടത്തുന്നത്. പുരുഷ സ്വത്വത്തെ സംബന്ധിച്ച് അതിലാണ് തലമുറകൾ തമ്മിലുള്ള സംഘർഷം, കർണ കോംപ്ലക്സ് അഥവാ കർണഭാവം, ആത്മനിന്ദയും മറ്റും പ്രകടമാവുന്നത്. അങ്ങനെ അവർ എത്തുന്നു, ആത്മസംഘർഷം അനുഭവിക്കുന്ന ഏകാകികളായ റബലുകളുടെ സ്വത്വാബോധത്തിൽ എത്തി നിൽക്കുകയാണ് MTയുടെ പുരുഷ കഥാപാത്രങ്ങൾ. അവസാനത്തെ അധ്യായം പ്രകൃതിയെ സംബന്ധിച്ചാണ്. ആദ്യകാലത്ത് മലയാള സിനിമയൊക്കെ തന്നെ ഈ സ്റ്റുഡിയോയിൽ സെറ്റിട്ടായിരുന്നു ഷൂട്ടിംഗ് ചെയ്തത്. പിന്നീട് അത് പുറലോകത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിൻ്റെ ആ ഒരു തലത്തിലേക്ക് സിനിമ എത്തിയപ്പോൾ MTയുടെ തിരക്കഥകൾ ഏറെക്കുറെ ആ കാലഘട്ടത്തിലാണ് സിനിമയാവുന്നത്. അതുകൊണ്ട് തന്നെ നദിയും പിന്നെ എന്താ പറയുക, കുന്ന്, മല, കാട്, ഇതൊക്കെ തന്നെ MTയുടെ തിരക്കഥയിൽ സാക്ഷിയായും കഥാപാത്രങ്ങളായിട്ട് സജീവ സാന്നിധ്യമാവുന്നു എന്നത് വളരെ ഉദാഹരണ സഹിതം തന്നെ വ്യക്തമാക്കി തരുന്നുണ്ട്. പഠനത്തിൻ്റെ ഇതാണ് ആദ്യ ഭാഗം. 2ാം ഭാഗത്തിൽ തിരക്കഥാ രചനയ്ക്കായി MT ആശ്രയിച്ച തൻ്റെ ചെറുകഥകൾ, നാടൻ പാട്ടുകൾ, ഐതിഹ്യ പുരാണങ്ങൾ ഇവയൊക്കെ മുൻനിർത്തി തിരക്കഥയുടെ മാറ്റുരയ്ക്കുകയാണ് ലേഖ്യ ചെയ്തിരിക്കുന്നത്. ചെറുകഥകൾ തിരക്കഥകളാകുമ്പോൾ, നാടൻ പാട്ട് തിരക്കഥയാകുമ്പോൾ, ഐതിഹ്യകഥ തിരക്കഥയാകുമ്പോൾ, പുരാണകഥ തിരക്കഥയാകുമ്പോൾ, ചരിത്ര സംഭവം തിരക്കഥയാകുമ്പോൾ തുടങ്ങി 5 അധ്യായങ്ങളിലൂടെയാണ് ഈ 2ാം ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. തികച്ചും ഇവിടെ സൂചിപ്പിച്ചു, മുൻമാതൃകകളില്ലാത്ത തികച്ചും മൗലികമായ ഒരു പഠന രീതി തന്നെയാണ് ഗീത ഇതിൽ അവലംബിച്ചിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ സ്വഭാവ വിശകലനത്തിലൂടെ ഉൾക്കാഴ്ചയുള്ള ഒരുപാട് നിരീക്ഷണങ്ങൾ നമുക്ക് ഈ ഗ്രന്ഥത്തിൽ കാണാം. എല്ലാം നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല, എങ്കിലും ഒന്ന് മാത്രം ഞാനിവിടെ എടുത്തു പറയട്ടെ. വൈശാലി സിനിമയെ ആസ്പദമാക്കിയാണ് മകൾക്ക് ഋഷ്യശൃംഗനോട് തോന്നിയ അനുരാഗം ഊഹിക്കുന്ന അമ്മ മാലിനി മകളോട് അതേപ്പറ്റി ചോദിക്കുകയും അവൾ തൻ്റെ സ്നേഹം അമ്മയോട് തുറന്നു പറയുകയും ചെയ്യുന്നൊരു സന്ദർഭമാണ്. അവിടെ മാലിനി മകളോട് പറയുന്നു, എനിക്ക് മനസ്സിലാവുന്നു, നിൻ്റെ മനസ്സ് ഗ്രന്ഥവരികൾ പോലെ എനിക്ക് കാണാൻ കഴിയുന്നു. നിൻ്റെ പ്രായത്തിൽ അകലെ നിന്ന് ഒന്ന് കാണാൻ കഴിഞ്ഞാൽ ആ ദിവസം ധന്യം. കൂട്ടത്തിൽ നിൽക്കുന്ന എൻ്റെ മുഖത്ത് ഒരു നിമിഷം കൂടുതൽ കണ്ണുകൾ തങ്ങി നിന്നാൽ സാധിച്ചു. എന്തിന് വെറുതെ എങ്കിലും അറിയാ കണ്ണുകൾ അതിൽ തെല്ലെന്ന് തറഞ്ഞു മടങ്ങുമ്പോൾ എൻ്റെ ഉയിരിൽ പാടി ഇരമ്പുകയാണ് ഒരു ഗാന സമുദ്രം എന്ന് സുഗതകുമാരി പ്രണയത്തിൻ്റെ ഒരു നിഗൂഢഭാവത്തെക്കുറിച്ച് പാടിയിട്ടുണ്ട്. അതുതന്നെയാണ് അമ്മ ഇവിടെ മകളുമായി പങ്കുവയ്ക്കുന്നത്. മാലിനിയുടെ ഈ സംഭാഷണത്തെ മുൻനിർത്തിക്കൊണ്ട് ലേഖ്യ പറയുന്നു, ഒരു സാധാരണ അമ്മയ്ക്ക് മകളോട് പറയാൻ കഴിയാത്തതാണ് ഈ വാക്കുകൾ.
തുടർന്ന് വൈശാലിയും അമ്മ മാലിനിയും തമ്മിലുള്ള ആത്മബന്ധം കേവലം മകൾ അമ്മ എന്നതിലുപരി ഉള്ളം പങ്കുവയ്ക്കുന്ന സഖീത്വത്തിൻ്റെ തലത്തിലേക്ക് എത്തുന്നതായിട്ടവർ നിരീക്ഷിക്കുന്നു. മാത്രമല്ല സ്ത്രീ സാഹോദര്യത്തിൻ്റെ മാതൃകയായിട്ടും ഈ അമ്മയും മകളും പലപ്പോഴും ഈ തിരക്കഥയിൽ ഉടനീളം വർത്തിക്കുന്നതും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഉള്ളറകളിലേക്ക് ഊളിയിട്ടിറങ്ങിയതുകൊണ്ടാണ് വൈശാലി എന്ന തിരക്കഥയെ ഒരു സ്ത്രീപക്ഷ സിനിമയാക്കുവാൻ സംവിധായകന് സാധിച്ചത് എന്ന നിഗമനത്തിൽ ഈ പഠനം ചെന്നെത്തുന്നു. ഇങ്ങനെ കഥാപാത്ര വിശകലനത്തിലൂടെ എം.ടിയുടെ തിരക്കഥകൾ എപ്രകാരം നാടൻപാട്ടിൽ നിന്നും ഐതിഹ്യ പുരാണങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു എന്നവർ വളരെ വ്യക്തമായി തന്നെ ഈ പ്രബന്ധത്തിൽ ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നിയ 2 ന്യൂനതകൾ കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അത്ര വലിയ സാരമായിട്ടുള്ളതല്ല, ചെറിയ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ പഠനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന അവരുടെ കണ്ടെത്തലുകൾ, നിരീക്ഷണങ്ങൾ അത് വേണ്ട വിധം ഊന്നൽ നൽകിക്കൊണ്ട് അവർ ഉപസംഹാരത്തിൽ ക്രോഡീകരിച്ചില്ല എന്നെനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ ഒരു എസൻസ്, അതിൻ്റെ സത്ത് ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലാക്കി ഉപസംഹാരത്തിൽ വന്നിരുന്നെങ്കിൽ അത് നമ്മൾ വായനക്കാർക്ക് അത് കുറേ കൂടി ഇതാവുമായിരുന്നു എന്നും, പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നു പ്രബന്ധത്തിൻ്റെ ഒരു കെട്ടുറപ്പ് അത് കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന് എനിക്ക് തോന്നിയതാണ്. മറ്റൊന്ന്, മറ്റേ വള്ളുവനാടൻ ക്ലീഷേ പിൻകാലത്തെ സംവിധായക സിനിമകളിൽ കാണുന്നതിനെക്കുറിച്ച് ഗ്രന്ഥകാരി നടത്തിയ ആ നിരീക്ഷണം പ്രൗഢഗംഭീരമായ ഈ ഒരു പ്രബന്ധത്തിൽ ഉൾപ്പെടുത്തണോ, അത് ബാലിശമായി പോയി എന്നതും എനിക്കൊരു തോന്നിയ ഒരഭിപ്രായം മാത്രമാണ്. എന്തായാലും എം.ടി തിരക്കഥയെ സംബന്ധിച്ച് സമഗ്രവും ഉൾക്കാഴ്ചയുമുള്ള ഒരു പഠനം തന്നെയാണ് ഗീതയുടെ ആൺതെച്ചുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സരസ്വതിയുടെ പേരിലുള്ള ആദ്യ പുരസ്കാരത്തിന് ഇത്രയും പ്രൗഢഗംഭീരമായൊരു പുസ്തകം തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതിലും അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ സാർജിതർ പറഞ്ഞ പോലെ വരുംകാലം വീണ്ടെടുക്കുന്ന മറ്റൊരു സരസ്വതിയായ ഗീത ടീച്ചർക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് നന്ദി. നന്ദി കനലത മേഡം. ഏൽപ്പിച്ച ദൗത്യം